മലപ്പുറം കോട്ടക്കലിൽ തെരുവുനായ ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് ഫാത്തിമ സെന്ന മെഹയ്ക്ക് നായയുടെ കടിയേറ്റത്. കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? ബിനിൽ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളേറെ ഭയപ്പെടുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ഇന്നലെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് അപ്പുറത്തുണ്ട്. മാതാവിൻ്റെ സഹോദരി തൊട്ട് എതിർ ദിശയിലും അവരുടെ വീടാണ്. അതിനിടയിലാണ് ഈ കുട്ടി വീടിൻ്റെ മുറ്റത്ത് കളിക്കുന്നതിനിടെ ഒരു തെരുവുനായ വന്ന് കുട്ടിയെ കടിക്കുന്നത്. കുട്ടിയുടെ ചെവിയിലും കഴുത്തിലും മുതുകിലും എല്ലാമായി നല്ലപോലെ മുറിവേറ്റിട്ടുണ്ട്. ഏകദേശം 10 മുറിവുകളേറ്റിട്ടുണ്ടെന്നാണ് പിതാവ് തന്നെ പറഞ്ഞത്. അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്നിട്ട് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യപരമായ മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു തെരുവുനായ ആക്രമണം പ്രദേശത്ത് അതിരൂക്ഷമാണ് എന്ന് തന്നെ അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കും ഒപ്പം തന്നെ അത്തരം പരാതികളെല്ലാം നൽകാനാണ് ഇപ്പോൾ പിതാവും തീരുമാനിച്ചിരിക്കുന്നത്. ബിനിൽ, ശാന്തകുമാർ, ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണാമെന്ന് കരുതുന്നു. ശാന്തകുമാർ, ഈ പ്രദേശത്ത് കൂടുതലായി തെരുവുനായ ശല്യം ഉള്ള ഒരു സ്ഥലമാണോ ഇത്? തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രദേശത്ത് വലിയ തോതിൽ തെരുവുനായ ശല്യമുണ്ട്. ഇത് പലതവണ അധികൃതരെ അറിയിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലും ഈ CCTV ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടെ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുകയാണ് പിതാവ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അതിരൂക്ഷമായ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ വലിയ ഗുരുതരമായ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വേറെ ആശ്വാസകരമാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും ഉള്ളത്. ബിനിൽ, ശരി, ഓക്കെ, താങ്ക് യു. ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്.